മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നേരത്തെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യൂണിറ്റ് കോസ്റ്റിങ്ങിലെ കോസ്റ്റ് ഷീറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കോസ്റ്റ് ഷീറ്റ് എന്ന് മനസ്സിലാക്കി ഓൾറെഡി ചെയ്തു. ഒരു സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് നേരത്തെ ചെയ്തു. 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്. അപ്പോൾ ഇത് എന്താണ് സ്റ്റോക്കെന്നും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. റോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കാര്യത്തിലും ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ കാര്യത്തിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് നമുക്ക് തരാം. അപ്പോൾ സ്റ്റോക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും എന്തുണ്ട്, സ്റ്റോക്ക് വരും. അപ്പോൾ ഇത് എളുപ്പമാണ്, ട്രീറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യം റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് എടുക്കാം. അതായത് റോ മെറ്റീരിയൽസിന് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തരികയാണെങ്കിൽ നമ്മൾ ഏത് യൂണിറ്റ്സ് എടുക്കുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1000 യൂണിറ്റ് പെന്നാണ്. 1000 പേനയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കറിയേണ്ടത് 1000 പേന ഉണ്ടാക്കാൻ എത്ര യൂണിറ്റ്സ് മെറ്റീരിയൽസ് എടുത്തു എന്നാണ്. അതല്ലെങ്കിൽ നമുക്കറിയേണ്ടത് എന്താണ്, 1000 പേന ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. അതിന് പകരം നമുക്ക് തന്നിട്ടുള്ളത് ഓപ്പണിംഗ് മെറ്റീരിയൽസ്, ക്ലോസിംഗ് മെറ്റീരിയൽസ്, പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്, ഇതൊക്കെയാണ്. അപ്പോൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു, അതിനെത്ര കോസ്റ്റ് വന്നു, ഇതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസൊക്കെ തന്നിട്ടുള്ള ആ ഡീറ്റെയിൽസിൽ നിന്ന് എത്ര യൂണിറ്റാണ്, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപയുടെ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചത്, അതിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എത്രയാണ് അത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുക, ദെൻ പർച്ചേസസിന് വന്നിട്ടുള്ള എക്സ്പെൻസസും ആഡ് ചെയ്യാം. അത് പർച്ചേസായിട്ട് കണക്കാക്കാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നീക്കാണത്. അത് കുട്ടികൾക്ക് മനസ്സിലാവാതിരിക്കരുത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് കിട്ടും. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുക, അപ്പോൾ ടോട്ടൽ യൂണിറ്റ്സ് ആയി. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക, അപ്പോൾ എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അടുത്തത് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ ആദ്യം കുട്ടികൾ മനസ്സിലാക്കേണ്ടത് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ സ്റ്റോക്ക് എവിടെയാണ് വരിക, അല്ലേ? വർക്കിംഗ് പ്രോഗ്രസ് സ്റ്റോക്ക് വരിക എവിടെയാണ്, ഫാക്ടറിയിലാണ്. അപ്പോൾ അവിടെ ഫാക്ടറിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. ഫാക്ടറിയിൽ നമ്മൾ വർക്ക്സ് ഓവർ ഹെഡ് ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലേ, രണ്ടും ഒന്ന് തന്നെയാണ്. വർക്ക്സ് ഓവർ ഹെഡ് എന്നും പറയും, ഫാക്ടറി ഓവർ ഹെഡ് എന്നും പറയും, അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസസ് എന്നും പറയും, വർക്ക്സ് എക്സ്പെൻസസ് എന്നും പറയും. ഫാക്ടറി എക്സ്പെൻസസ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനോടൊപ്പം തന്നെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക. ദെൻ അപ്പം തന്നെ ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് തന്നെ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് എളുപ്പമാണ്. ഓപ്പണിംഗ് ആഡ് ചെയ്ത് ക്ലോസിംഗ് ലെസ് ചെയ്യേ വേണ്ടൂ. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് തെറ്റില്ല. എന്താണ്, ഓപ്പണിംഗ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് ലെസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസും തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അത് ആഡ് ഇപ്പോൾ ഒരു ഫാക്ടറി ഓവർ ഹെഡ് ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇത് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ്സ് കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി പ്രൈം കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ടോട്ടലിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യുക, അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് വർക്ക്സ് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റിന് തൊട്ട് മുകളിലാണ്
എന്താ ആഡ് ചെയ്യേണ്ടത്? ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യേണ്ടത്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണെന്ന് കുട്ടികൾക്ക് അറിയാലോ. ഞാനത് പറഞ്ഞില്ല, അത് അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് പറയാഞ്ഞത്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽസും അല്ല ഫിനിഷ്ഡ് പ്രോഡക്റ്റും അല്ലാത്ത സ്റ്റേജ്. ഇപ്പോൾ കമ്പനികളൊക്കെ ആണെങ്കിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന കമ്പനികളായിരിക്കും. മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം ക്ലോസ് ചെയ്യുന്ന സമയത്ത്, അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് മെഷീനറിയിലുള്ള യൂണിറ്റുകൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആവും. അടുത്ത ദിവസം ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ളത് എന്താണ്? അത് ആദ്യത്തെ ദിവസമുള്ള ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള ക്ലോസിങ് സ്റ്റോക്കും ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ എപ്പോഴും അതിൽ യൂണിറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസ്. അത് റോ മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെയും ഇടയ്ക്കുള്ള സ്റ്റേജിനെയാണ് എന്തായിട്ട് പറയുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണെന്നുള്ളത്. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കിനെയാണ് എന്ത് പറയുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ സ്റ്റേജാണ്. അറിയാലോ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യുന്നത് സെയിൽസ് നടത്തുന്ന സ്റ്റോക്കുകൾക്ക് മാത്രമേ ഉള്ളൂ. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് പണി കഴിഞ്ഞിട്ടുള്ള ഗുഡ്സാണ്. അത് സെയിൽ ചെയ്യുമ്പോൾ മാത്രമേ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വരുള്ളൂ. സെയിൽ ചെയ്യുന്നതിന് മുൻപ് അതിന് ഏത് സ്റ്റേജിലാണത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് എന്തിരിക്കുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് ഇരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ വേണം എന്തിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ? ഈ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം, അപ്പോൾ അത് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഓർമ്മ വയ്ക്കാൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് മുൻപല്ല ആഡ് ചെയ്യേണ്ടത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഈ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുട്ടികൾ നന്നായിട്ട് ഓർമ്മ വയ്ക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ്. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലേക്ക് നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. വിൽക്കുന്ന പ്രോഡക്ട്സിന് മാത്രമാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അവിടെ കാണേണ്ടത്. ഇത്രയാണ് സ്റ്റോക്ക്. 3 ടൈപ്പ് സ്റ്റോക്കാണുള്ളത്. 3 ടൈപ്പ് സ്റ്റോക്ക് നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് സ്റ്റോക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഈ സ്റ്റോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യനാണ് വായിക്കുന്നത്. കോസ്റ്റ് ഷീറ്റ് വിത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ഇയർ എൻഡഡ് 31st December 2009 പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ്. 2 ഡേറ്റുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഓപ്പണിംഗ് ഡേറ്റും ഒന്ന് ക്ലോസിംഗ് ഡേറ്റും. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും തന്നിട്ടുണ്ട്. വേജസ് പെയ്ഡ് 1,30,000. റോ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് 3,15,000. ഡയറക്റ്റ് എക്സ്പെൻസസ് 10,000. ഫാക്ടറി ഓവർഹെഡ്സ് 50,000. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് 32,000. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് 30,000. ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പെർ യൂണിറ്റ് കോളം ചെയ്തിട്ടില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് എങ്ങനെയാണ്, എന്താണ് സ്റ്റോക്കെന്നും എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുക, എവിടെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2 എമൗണ്ടോളം വരച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അത് വേണമെന്ന് നിർബന്ധമില്ല. ഇന്നർ കോളം ഉണ്ടെങ്കിലാണ് നമുക്കത് കൃത്യമായിട്ട് മെറ്റീരിയൽസിൻ്റെ ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉള്ളിടത്ത് അങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പോൾ ഇവിടെ മെറ്റീരിയൽസ് തന്നിട്ടുള്ളത് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ദെൻ പർച്ചേസസ് തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്,
പിന്നെ ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്, പിന്നെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്ര മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് കണ്ടെത്തണം. അപ്പോൾ അതിന് ആദ്യം തുടക്കം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നാണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നർ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 65,000 ആണ്. അതവിടെ എഴുതുക. ഇനി ഇതിനോടുകൂടി പർച്ചേസസ് ആഡ് ചെയ്യാം. ആഡ് പർച്ചേസസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതുന്നുണ്ട്, ഡ്യൂറിങ് ദി പീരീഡ്. ഈ പീരീഡിലെ പർച്ചേസ്, ഈ 2019 പർച്ചേസസ് ഡ്യൂറിങ് ദ പീരീഡ്, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് എഴുതിയാലും മതി. പർച്ചേസസ് ഡ്യൂറിങ് ദ പീരീഡ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് 3,15,000. 3,15. ടോട്ടൽ വരുന്നത് 5 10 ബാക്കി 1 6 7 8. ഇത് ആൻസർ ആയിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് ഒരു ബോർഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ ക്വസ്റ്റ്യൻ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാച്ച് അടുത്ത സെക്ഷനിലേക്ക് ചെയ്യേണ്ടി വരും. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 76,000 ആണ്. കുറച്ചിടുന്ന സമയത്ത് 380 നിന്ന് 76 പോയ 4 ലക്ഷം. അപ്പം 4,000 3,04,000. ഇതാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യേണ്ടത് എമൗണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പറയുന്ന പേരെന്ന് പറയുന്നത്, സാധാരണ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. അപ്പോൾ ഉപയോഗിച്ച റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, നമുക്ക് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപയുടെ റോ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തു, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അതല്ലാതെ അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ എത്ര രൂപയുടെ പർച്ചേസ് ചെയ്തു എന്നുള്ള കാര്യം വെച്ചിട്ടല്ല. സിമ്പിൾ ടെക്നിക്കാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷന് വേണ്ടി എത്ര യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു, അതാണ് നമുക്കറിയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ചെയ്തത്. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ മനക്കണക്ക് പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, സാധാരണ ക്ലാസ്സിൽ ടീച്ചേഴ്സൊക്കെ പറയുന്നൊരു കണക്കുണ്ട്. ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു ടീച്ചർ 2 ചോക്കായിട്ട് വന്നു. ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ഒരു 5 ചോക്ക് കൊടുത്തു ടീച്ചർക്ക്. ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ ടീച്ചറുടെ കയ്യിൽ ഒരു ചോക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചോക്സ് കൺസ്യൂംഡ് എന്ന ക്ലാസ് എത്ര, ക്ലാസ്സിൽ എത്ര ചോക്ക് ഉപയോഗിച്ചു അല്ലേ? 2 ചോക്ക് ഉണ്ടായിരുന്നു ടീച്ചറുടെ കയ്യിൽ. ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക്. കുട്ടികൾ ടീച്ചർക്ക് 5 ചോക്ക് കൊടുത്തു. ഇത് പർച്ചേസസ്. ഇതെന്താണ്? മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1 അല്ലേ? അപ്പോൾ 5 2 7, 7 1 പോയാൽ 6 ചോക്ക് ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിച്ചു. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ കുട്ടികൾ അത് ഓർമ്മ വെച്ചാൽ മതി, പഠിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഇനി റോ മെറ്റീരിയൽസ് കിട്ടി, ഇനി എന്ത് ചെയ്യുക? സാധാരണ പോലെ വേജസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വേജസ് എഴുതുക. ഡയറക്റ്റ് വേജസ് ഉണ്ടോ? നമുക്ക് തന്നിട്ടുണ്ടോ? വേജസ് ഇല്ലാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേജസ് ഇനി സാധാരണ പോലെ പോവാം. ഡയറക്റ്റ് വേജസ് എത്രയാണ്? 1,30,000, 1,30,000. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, അപ്പോൾ അത് എഴുതാം. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 10,000. 10,000 ഇത്രയായി കഴിഞ്ഞാൽ ഡയറക്റ്റ് എല്ലാ ഐറ്റംസായി ആഡ് ചെയ്യാം. 0, 0, 0. $4,44,000 നമ്മുടെ എന്തായിട്ട് വരുന്നത്? പ്രൈം കോസ്റ്റ് ആയിട്ട് വരുന്നത്. 4,44,000 നമ്മുടെ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുകൂടി ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. ഇപ്പോൾ ഞാനിവിടെ നമുക്ക് തന്നിട്ടുള്ള ആഡ് ചെയ്താൽ മതി. ചിലപ്പോൾ വർക്ക്സ് ഓവർഹെഡ് ആവും തന്നിട്ടുണ്ടാവുക, എന്ത് പേരാണെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറി ഓവർഹെഡ്സ് തന്നിട്ടുള്ളത് 50,000 ആണ്. 50,000 ഇവിടെ ആഡ് ചെയ്യും. ഇനി സ്റ്റോക്കുകളുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പം ഞാൻ അതും ഒരു ആഡ് എഴുതിയതിൻ്റെ ഡൂട്ടാലും മതി. ഇവിടെ എഴുതുന്നത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് അങ്ങനെ എഴുതിയത് കുറച്ച് ഇതായിപ്പോയി, ഇത് മാച്ചെഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കൂടി അതിൻ്റെ കൂടെ കൂട്ടി എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എവിടെയാണ്? മുകളിലാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 18,000. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഈ ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആവില്ല. അപ്പോൾ ഇതിലൊരു ഐറ്റം തന്നിട്ടുള്ള 50,000 മാത്രം. അപ്പോൾ ആഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇനിയൊരു 10 ഐറ്റം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനാണ് ഇന്നർ കോളം അണ്ടർലൈൻ ചെയ്യുക. ഈ ടോട്ടൽ ഇവിടേക്ക് എഴുതുക. ആ ടോട്ടലിൻ്റെ ഒപ്പമാണ് എന്ത് കൂട്ടേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അല്ലാതെ ഇതിൻ്റെ ഒപ്പം ഈ ഐറ്റത്തിൻ്റെ ഒപ്പം, അതായത് ഫാക്ടറി റെൻ്റ് ഉണ്ടാവും, ഡിപ്രീസിയേഷൻ ഉണ്ടാവും, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാവാം, അതിൻ്റെ ഒപ്പം ഒരിക്കലും ആഡ് ചെയ്ത് എഴുതരുത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ഐറ്റം ആയതുകൊണ്ട് ഒരു ഐറ്റം എഴുതുക. അത് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യാം. $5,12,000. നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്ത വശം തന്നെ എന്ത് ചെയ്യണം? അതിൽ അസ്യൂം വേണം അല്ലേ? ഏത്? ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ കുറച്ച് താഴെയായിട്ട് എഴുതും. ലെസ്
ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 25,000. 25,000 അണ്ടർലൈൻ ചെയ്ത് കുറച്ച് എഴുതണം. 0 0 5,12,000 less 25,000 4,87,000 487. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് വരെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് നമുക്ക് ഒന്നുകൂടി തുടങ്ങാം. ഇത് മായ്ക്കാൻ പോകല്ലേ, അപ്പോൾ ഇത് പറഞ്ഞിട്ട് അടുത്തേക്ക് കിടക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനോടുകൂടി പർച്ചേസ് ആഡ് ചെയ്യുക, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന പുതിയൊരു ഐറ്റമാണ് ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. ഇതുവരെ നമ്മൾ റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം ചെയ്തിരുന്നില്ല. നമ്മൾ വെറുതെ എന്ത് ചെയ്യുന്നു? വാങ്ങിയ മെറ്റീരിയൽസ് മുഴുവൻ ഉപയോഗിക്കുന്നു എന്നുള്ള അസംഷനിൽ റോ മെറ്റീരിയൽസ്, ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് മാത്രമേ എഴുതാറുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് എഴുതുന്നതിന് പകരമാണ് ഇപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നത്? റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. അപ്പോൾ റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് സാധാരണ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നതിന് പകരം ഇതിനെന്ത് ചെയ്യുന്നു? സാധാരണ പോലെ ഡയറക്റ്റ് മെറ്റീരിയൽ ആയില്ലോ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് കൂടി കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടിയാലാണ് ഫാക്ടറി കോസ്റ്റ് കിട്ടുക, അല്ലേ? ഒന്നുകൂടി ഞാൻ പറയട്ടെ, പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടിയാലാണ് നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് വന്ന കാരണം കൊണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് എന്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സും അല്ല, റോ മെറ്റീരിയൽസും അല്ലാത്ത അവസ്ഥയാണ്. എവിടെയാണ് ഉണ്ടാവുക? ഫാക്ടറിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് ഫാക്ടറി ഓവർ ഹെഡ്സിൽ തന്നെ, അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിന് തൊട്ട് മുൻപാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഓപ്പണിംഗ് ആഡ് ചെയ്തു, ക്ലോസിങ് കുറച്ചു. അപ്പോൾ അത് മനസ്സിൽ നിൽക്കാൻ എളുപ്പമാണ്, പക്ഷേ എവിടെ, എങ്ങനെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്സും ആഡ് ചെയ്യാം. ഓപ്പണിങ് ദെൻ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഫാക്ടറി ഓവർഹെഡ്സ് കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ സാധാരണ പതിവ് പോലെ തന്നെ അത് ആഡ് ചെയ്തിട്ട് അത് ഇവിടേക്ക് ആദ്യം എഴുതുക. അതിൻ്റെ കൂടെ വേണം ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എഴുതാൻ വേണ്ടിയിട്ട്. അതും കുട്ടികൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഫാക്ടറി കോസ്റ്റ് ഓർമ്മ വയ്ക്കുക, 4,87,000 ആണ് ഞാൻ ഇവിടേക്ക് എഴുതി വയ്ക്കാം. എന്നിട്ടാണ് നമുക്ക് അടുത്ത ഘട്ടം തുടങ്ങാൻ സാധിക്കുള്ളൂ കേട്ടോ. അടുത്ത അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫാക്ടറി കോസ്റ്റ് ഞാൻ ഇവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് അതേ പേരിൽ തന്നെയാണ്, 32,000, 32,000. ഇപ്പോൾ ഇവിടെ വേറെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റൊന്നും വരുന്നില്ല. $5,19,000. ഇതിൻ്റെ പേരാണ് 5,19,000 പേരാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ.
അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞത്. ഇതുവരെയാണ് ശരിക്ക് കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രാധാന്യമുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതുവരെയാണ് പ്രൊഡക്ഷൻ ഉള്ളൂ. ഇനി പ്രൊഡക്ഷൻ കഴിഞ്ഞു, ഇനി മറ്റ് കാര്യങ്ങളാണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഈ സ്റ്റേജിലാണ് എന്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതുകൂടി പറയാനാണ് ഞാൻ ഈ ഘട്ടം തിരഞ്ഞെടുത്തത്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യാണ് ചെയ്യുക. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യേണ്ടത് വിൽക്കുന്ന യൂണിറ്റിന് മാത്രമാണ്. അപ്പോൾ ഈ 5,19,000 ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്, അതിൽ നിന്ന് വിൽക്കുന്ന യൂണിറ്റ്സ് എത്ര എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ശേഷമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ്, അല്ലെങ്കിൽ എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എവിടെയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ശേഷമാണെന്ന് മനസ്സിലാക്കി വെക്കണം, അത് പഠിച്ചു വെക്കണം. അപ്പോൾ അതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, വളരെ ഈസിയാണ്. ഇതിനോട് കൂടി എന്ത് ചെയ്യാം, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അത് എത്രയാണെന്ന് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഏറ്റവും മുകളിൽ തന്നിട്ടുണ്ട് 46,000 ആണ്. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക. എഴുതുക, 9, 15, 5,65,000. അത് ആൻസർ അല്ല. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അത് എത്രയാണെന്ന് നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് 42,000 ആണ്, 42,000. അവിടെ 5,23,000. അപ്പോൾ 5,23,000 കിട്ടി. ഇത് പുതിയൊരു ഐറ്റമാണ്. പുതിയൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് പറഞ്ഞ പോലെ ഇതിനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് 5,23,000 രൂപയുടെ ഗുഡ്സാണ് നമ്മൾ വിറ്റത്. അല്ലെങ്കിൽ സെയിൽസ് നടത്തിയിട്ടുള്ള ഗുഡ്സ് എത്രയാണ്, 5,23,000. ഇങ്ങനെ നടത്തിയാലാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചാർജ് ചെയ്യേണ്ടതുള്ളൂ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ചാർജ് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. യൂണിറ്റ് കൂടി വരുമ്പോൾ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നോക്കാം. അപ്പോൾ ഇതിൽ യൂണിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് തന്നിട്ടില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കഴിഞ്ഞ സ്റ്റേജാണ്. പ്രൊഡക്ഷൻ കഴിഞ്ഞ സ്റ്റേജിൽ ആ യൂണിറ്റിന് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയും, കംപ്ലീറ്റ് ആയ ഗുഡ്സാണ്. ആ സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. ഓപ്പണിംഗ് കൂട്ടുക, ക്ലോസിംഗ് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അത് എളുപ്പമാണ്. പക്ഷെ ഇത് ഏത് സ്റ്റേജിൽ എന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി, അതെന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യാം. ലാസ്റ്റ് ഓവർഹെഡ്സ് ആണ്. സെല്ലിംഗ് ആൻഡ്
ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 30,000, 30,000. ₹5,53,000 കിട്ടിയത്. ഇത് നമ്മുടെ റിസൾട്ടായി അണ്ടർലൈൻ ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പ്രോബ്ലത്തിൽ വേറെ പ്രോഫിറ്റോ സെയിൽസോ ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതൊരു എന്താണ് പ്രത്യേകിച്ചും പറഞ്ഞാൽ ഇത് ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഫോർ എന്താണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യുമെന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് നന്നായിട്ട് പഠിക്കുക. സ്റ്റോക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ സ്റ്റോക്കുകൾ വരും, പക്ഷേ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ സ്റ്റോക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എവിടെയൊക്കെയാണെന്ന് പഠിക്കുക, എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാസ് ഞാൻ നേരത്തെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടത് നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ കോസ്റ്റ് ഷീറ്റ് വിത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇല്ലസ്ട്രേഷൻ 4 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2006. അതിൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കും പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കാണ് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 1 മാർച്ചിൽ 3 ആയിട്ട് തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്. എമൗണ്ട് വായിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, 3 ആയിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് 31 മാർച്ചിൽ 3 ആയിട്ട് തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്. ഇനി നമുക്ക് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. കേരേജ് ഓൺ പർച്ചേസ് തന്നിട്ടുണ്ട്. അത് ഞാൻ പ്രോബ്ലം എടുക്കുന്ന സമയത്ത് പറയാം. അത് പർച്ചേസസിൻ്റെ കൂടെ തന്നിട്ടുള്ളതാണ്. പർച്ചേസ് പോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്, ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് വേജസ്. ഇൻഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് തന്ന കാരണം കൊണ്ട് നമ്മൾ വിട്ടുകളയും. അത് വിട്ടുകളയേണ്ട ഐറ്റമല്ല, ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് കേട്ടോ. സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽസ് തന്നിട്ടുണ്ട്. ചാർജബിൾ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ചാർജബിൾ എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ഫാക്ടറി ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. ഇത്രയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 3 കാര്യങ്ങൾ. ചാർജബിൾ എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ കേരേജ് ഓൺ പർച്ചേസ് പർച്ചേസസിൻ്റെ കൂടെ കൂട്ടേണ്ടതാണ്. ഇൻഡയറക്റ്റ് വേജസ് എന്താണ് ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ ഒപ്പം വരുന്നതാണ്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഇവിടെയും കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം റോ മെറ്റീരിയൽസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അത് എഴുതി വയ്ക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് അത് എപ്പോഴും ആദ്യത്തെ കോളത്തിൽ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ളത് 26,000 ആണ്. ആഡ് നേരത്തെ പഠിച്ചല്ലോ, ആഡ് പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽസ് 23,000. ഇനി നേരത്തെ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ പർച്ചേസസ് വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന എക്സ്പെൻസസ് അതെന്താണ്? എക്സ്പെൻസസ് ഓൺ പർച്ചേസസ് എന്നോ കേരേജ് ഓൺ പർച്ചേസസ് എന്നോ അല്ലെങ്കിൽ പർച്ചേസസ് റിലേറ്റഡ് എക്സ്പെൻസസോ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പെൻസസ് നമുക്ക് അതിൻ്റെ കൂടെ തരും. അത് പർച്ചേസ് പോലെ തന്നെ പരിഗണിക്കേണ്ടതാണ്, കാരണം പർച്ചേസസിൻ്റെ എക്സ്പെൻസ് ആണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കൂട്ടണം. ഇവിടെ ഒരു കേരേജ് ഓൺ പർച്ചേസ് തന്നിട്ടുണ്ട്, അപ്പോൾ അതും കേരേജ് എന്ന് പറയുന്നത് ആ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനുള്ള കോസ്റ്റാണ്. കേരേജ് ഓൺ പർച്ചേസസ് 1,500.
ഇനി എന്ത് ചെയ്യാം? ലെസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് കുറയ്ക്കുക. അത് എത്ര? 76,000. സോറി, അത് 27,200. 27,200. കുറയ്ക്കുമ്പോൾ ഇവിടെ 0 0 3 2,23,300. 23,000. ഇതിനെ ആണ് നമ്മൾ റോ മെറ്റീരിയൽസ് കൺസ്യൂമഡ്, ഉപയോഗിച്ച റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്. റോ മെറ്റീരിയൽസ് കൺസ്യൂമഡ്. അടുത്തത് എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലായി. അടുത്തത് എന്ത് ചെയ്യുക? നമ്മുടെ വേജസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് എന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യാം. ഡയറക്റ്റ് വേജസ് എത്രയാണ്? 18,500. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കുക. ചാർജബിൾ എക്സ്പെൻസ്, അപ്പോൾ അതും കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു അവസരമാണ്. ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഓർമ്മ വെച്ചിരിക്കുക. ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് എഴുതണ്ട. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. 2,200. പൂജ്യം 0 44,000. ഈ 44,000-നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രൈമറി ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറി ഓവർഹെഡ്സ് എത്രയാണ്? പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ 9,500. സാധാരണ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻഡയറക്റ്റ് വേജസ് വേറെ തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ വരുന്നതാണ്. അത് ഫാക്ടറി ഓവർഹെഡ്സിനകത്ത് തരേണ്ടതാണ്. സെപ്പറേറ്റ് തന്നു എന്ന് വിചാരിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത് വേറെ എഴുതേണ്ട കാര്യമില്ല. അതുകൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. ദാറ്റ് ഈസ്, ഇപ്പോൾ ഇതൊരു പുതിയൊരു ഐറ്റമാണ്, പുതിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇൻഡയറക്റ്റ് വേജസ്, സാധാരണ ഇൻഡയറക്റ്റ് വേജസ് ഒക്കെ ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ അകത്താണ് തരുന്നത്, അല്ലെങ്കിൽ അതടക്കമാണ് തരുന്നത്. ഇവിടെ സെപ്പറേറ്റ് തന്നു, ഒന്നും കാര്യമാക്കേണ്ടതില്ല, അതും കൂടി എഴുതുക. 1000. ഇനി എന്ത് ചെയ്യാം? ആഡ് എന്തുകൂടി ആഡ് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, അത് ആഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? 9,200. ഇവിടെ 0 0 5 2 7
10, 19, 23, 63,700. യെസ്, അതാ അതിൻ്റെ താഴെ ഇനി എന്ത് ചെയ്യണം? ലെസ്, സ്പേസ് കുറവാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 10,100. പത്ത് ഒരുന്നൂറ് കുറയ്ക്കുമ്പോൾ 53,600 വരും. ഞാനിവിടെ എഴുതി വയ്ക്കുന്നുണ്ട് 53,600. ഇപ്പോൾ കുട്ടികൾക്ക് കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഇപ്പോൾ നമുക്ക് ഏതായാലും ഇനി ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ 53,600 ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. $53,600 എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് വേജസും ഫാക്ടറി ഓവർഹെഡ്സ് തന്നെയായിട്ട് പരിഗണിക്കാം. അതിൻ്റെ കൂടെ വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യുക. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിങ് കൂട്ടിയിട്ട് ക്ലോസിങ് കുറയ്ക്കുക. അപ്പോൾ പതിവ് പോലെ പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് കൂട്ടി എന്താ കിട്ടുക? ഫാക്ടറി കോസ്റ്റാണ് കിട്ടുക. ആ ഫാക്ടറി കോസ്റ്റാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള 53,600. ഞാൻ ബോർഡ് ക്ലീൻ ചെയ്ത് ഇവിടെ ഫാക്ടറി കോസ്റ്റ് എന്ന് എഴുതി വയ്ക്കും കേട്ടോ. ഫാക്ടറി കോസ്റ്റാണ് ഞാൻ നേരത്തെ കിട്ടിയത് ഇവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിനോടുകൂടി ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുകൂടി ആഡ് ചെയ്യേണ്ട എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ആഡ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. ഇതെന്ത് എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് തന്നത് എഴുതുക എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. 53,600 സ്റ്റോക്കുകളൊന്നും അവിടെ വരില്ല. 4,000 എമൗണ്ട് ആഡ് ചെയ്യുക. 0, 0, 6, 4, 3, 7, 5. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കഴിഞ്ഞു, പണി കഴിഞ്ഞു, വർക്ക് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യുക. അത് വിൽക്കുന്ന യൂണിറ്റിന് മാത്രമേ വേണ്ടൂ. അപ്പോൾ വിൽക്കുന്ന യൂണിറ്റിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? വിൽക്കുന്ന യൂണിറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. വിൽക്കുന്ന യൂണിറ്റിൻ്റെ കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ സ്റ്റേജിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും അഡ്ജസ്റ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞാണ്, ചെയ്തതാണ്, ഇതിൽ ചെയ്യാണ്. ഇനി എന്ത് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എത്രയാണ് തന്നിട്ടുള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് 18,300 ആണ്. 18,300. പൂജ്യം 75,900 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ലെസ്
ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്? 16,700. $59,200. That is cost of goods sold. Cost of goods sold. അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം? ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 5,200. അത് ആഡ് ചെയ്യാം. 5,200 ആണ്. അത് ആഡ് ചെയ്യാം. 64,400. 64,400 ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. രണ്ട് പേരിലും അതറിയപ്പെടും. അതും കൂടി കുട്ടികൾ മനസ്സിലാക്കി വെക്കണം. ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇനി എന്ത് ചെയ്യുക? ഇത്ര ആയിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽസോ പ്രോഫിറ്റോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തെഴുതാം? പ്രോഫിറ്റ് എഴുതാനുള്ള സ്പേസ് വിടുക. പ്രോഫിറ്റ് എഴുതാനുള്ള സ്പേസ് വിട്ടതിന് ശേഷം അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെയിൽസ് എഴുതി വയ്ക്കുക. സെയിൽസ് തന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 76,000 ആണ്. അപ്പോൾ സെയിൽസ് തന്നാൽ സെയിൽസ് എഴുതിയിട്ട് അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. ഈ 76,000 നിന്ന് 64,400 കുറച്ചാൽ മതി. അപ്പോൾ 11,600. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഇനി പ്രോഫിറ്റ് തരികയാണെങ്കിൽ പ്രോഫിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ സെയിൽസ് കിട്ടും. ചില ക്വസ്റ്റ്യനിൽ സെയിൽസ് തരും. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ചില കേസുകളിൽ പ്രോഫിറ്റ് തരും. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് സെയിൽസ് കാണും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് പഠിക്കണം. ഇത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. താങ്ക് യു.